അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാധിപതിനായ ജഗന്തിയാന്താവ് നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിതരാകുന്ന വിഭാഗത്തിൽ നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഉസ്താദുമാരെയും ഭക്ഷണം തന്നവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, നിസ്കാരത്തിൻ്റെ സുന്നത്തുകളെ നമുക്ക് രണ്ട് ഇനങ്ങളായി തിരിക്കാം. ഒന്ന് അബ്ആദ്, മറ്റൊന്ന് ഹൈഹാത്ത്. അബ്ആദ് സുന്നത്തുകൾ: ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതുക. ആദ്യത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ആദ്യത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബി തങ്ങളുടെ കുടുംബത്തിന് മേൽ സ്വലാത്ത് ചൊല്ലുക. സുബ്ഹിലെ രണ്ടാമത്തെ റക്അത്തിലെ ഇഅ്തിദാലിന് ശേഷവും റമളാനിലെ അവസാനത്തെ പകുതിയിലെ വിത്ർ നിസ്കാരത്തിലെ ഇഅ്തിദാലിന് ശേഷവും ഖുനൂത്ത് ഓതുക. ഖുനൂത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് ചൊല്ലുക. ഖുനൂത്തിന് വേണ്ടിയും സ്വലാത്തിന് വേണ്ടിയും നിൽക്കുക എന്നിവ അബ്ആദ് സുന്നത്തുകളിൽ പെട്ടതാകുന്നു. ഇവകൾ അല്ലാത്തതൊക്കെ ഹൈഹാത്ത് സുന്നത്തുകളാകുന്നു. അബ്ആദ് സുന്നത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ഉദാഹരണം, ഒരാൾ സുബ്ഹി നിസ്കരിക്കുകയാണ്, അവൻ ഖുനൂത്ത് ഓതിയിട്ടില്ല, സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആദ്യത്തെ തഹിയ്യാത്ത് ഉപേക്ഷിച്ചു, സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് മഅ്മൂമ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നാൽ ഇമാമ് ആദ്യത്തെ തഹിയ്യാത്ത് ഉപേക്ഷിച്ചു, നേരെ എല്ലാ മഅ്മൂമുകളെല്ലാവരും എന്ത് ചെയ്തു? അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. അവസാനത്തെ തഹിയ്യാത്തിലിരുന്നു. ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ല. ആദ്യത്തെ തഹിയ്യാത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ല, നേരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടി. ഇവിടെ മഅ്മൂമ് ചെയ്യേണ്ടത് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. അത് സുന്നത്താണ്. ഇമാമു ഉപേക്ഷിച്ചാലും മഅ്മൂമിന് സഹ്വിന് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇനി സഹ്വിന് സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത് വെക്കുക. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനിക്കും ഈ ഇമാമിനിക്കും നിർബന്ധമാണ്. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? നവൈത്തു സുനന സുജൂദ് സഹ്വി, ഞാൻ സഹ്വിൻ്റെ സുജൂദിനെ കരുതി എന്ന് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അത് മഅ്മൂമിന് നിർബന്ധമില്ല. പിന്നെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യം മറന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അതും മറന്നാണ് ചെയ്തത്, അവിടെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഫാത്തിഹ. നമ്മളെല്ലാവരും നിസ്കാരത്തിൽ നൃത്തത്തിലാണ് ഓതുക. അത്തഹിയ്യാത്ത് ഓതൽ ഇരുത്തത്തിലാണ് അത്തഹിയ്യാത്ത് ഓതുക. ഒരാൾ അത്തഹിയ്യാത്ത് നൃത്തത്തിലും ഫാത്തിഹ ഇരുത്തത്തിലും ഓതി, അഥവാ അത്തഹിയ്യാത്ത് ഓതണ സാധനം അത്തഹിയ്യാത്ത് ഇരുത്തത്തിലാണ് ഓതേണ്ടത്. അതെന്ത് ചെയ്ത് അതിനെ മക്കാം പിടിച്ച അത് അത്തഹിയ്യാത്ത് എന്ത് ചെയ്തു? നൃത്തത്തിലാണ് ഓതി. ഫാത്തിഹ എന്ത് ചെയ്ത്? ഇരുത്തത്തിലും ഓതി. ഇങ്ങനെ ഓതിയാലും സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് തരികയും അതനുസരിച്ച്
പഠിച്ച് വളരുവാനും അമൽ ചെയ്യുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.